അപ്പോൾ ഈ ഒരു സമ്മാനം കിട്ടാനായിട്ട് നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഒരു ലൈക്ക് ചെയ്യുക. പെയിന്റ് ഒക്കെ അടിക്കണം എന്ന് പറഞ്ഞാൽ കംപ്രസറിന്റെ ഗണ്ണ് ഹോസ് ഒക്കെ വെച്ചിട്ട് വേണം പെയിന്റ് അടിക്കാൻ. കംപ്രസറിനേക്കാളും പവർ കൂടുതലാണ്, നല്ല പവർ ഉണ്ടാവും. 950 വാട്ട്സിൽ വരുന്നതാണ്. ആംഗിൾ ഗ്രൈൻഡ് നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 800 മുതൽ സ്റ്റാർട്ടിംഗ് 800 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നുണ്ട്. നമ്മൾ കോഡ്ലെസിന്റെ കളക്ഷൻസ് ആണ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് നമുക്ക് 1200 രൂപ. ബോൾട്ട് എന്നിട്ട് കഴിക്കാൻ പറ്റിയ ടൈപ്പാണ്. സ്റ്റാർട്ടിംഗ് വരുന്നത് തന്നെ നമുക്ക് 3200 രൂപ വരും. 32 കഴിക്കാനുള്ള ടൈപ്പ് നമുക്ക് വരുന്നുണ്ട്. ഹെവി ആയിട്ട് നോൺ സ്റ്റോപ്പ് വർക്ക് ചെയ്യാൻ പറ്റും. വീട്ടിലെ മുറ്റമടിക്കാൻ, കാറിലെ ബാക്കമായിട്ടും യൂസ് ചെയ്യാനും പറ്റും, ഡസ്റ്റ് അടിച്ച് കളയാനും എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും. വെറും 950 രൂപ ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ. ആമട്രിലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് വെറും 1700 രൂപ. ഫുൾ കോപ്പർ പെയിന്റിംഗ് കൂടെ വരുന്നത് കൺസ്ട്രക്ഷൻ വർക്കിനൊക്കെ കൊണ്ടുപോകുന്ന സാധനമാണ്. വെറും 3200 രൂപ ഹോൾസെയിൽ റേറ്റ്. മാർബിൾ കട്ടർ നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നത് വെറും 1600 രൂപയ്ക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നുണ്ട്. ഈ ഡ്രില്ലും വെച്ചിട്ട് തന്നെ നമുക്ക് ചുമര് തുളയ്ക്കാനും പറ്റും. വുഡിൽ ഡ്രിൽ ചെയ്യുക, മെറ്റലിൽ ഡ്രിൽ ചെയ്യുക, സ്ക്രൂ ചെയ്യുക, എല്ലാം മൾട്ടിപർപ്പസായി യൂസ് ചെയ്യുക. ഈ ഒരു മെഷീൻ ഉണ്ട് പറഞ്ഞാൽ എല്ലാ പർപ്പസും നിങ്ങൾക്ക് നടക്കും. ഇതിന്റെ റേറ്റ് കേട്ടാൽ നിങ്ങൾ നെട്ടും. ഡബിൾ ബോർഡ് വരുന്നതാണ് 200 ആംസ്. കുറച്ച് കണ്ടിന്യൂസ് വർക്ക് ഒക്കെ ഉണ്ട് പറഞ്ഞാൽ ഇത് എടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. മാർക്കറ്റിൽ 11,000-11,500 കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ് വെറും 8,900 രൂപയ്ക്ക് നമ്മുടെ ന്യൂ അഫ്രാസിന്റെ ഷോപ്പിൽ നമ്മൾ കൊടുക്കും. നമസ്കാരം. നമസ്കാരം ബ്രോ. കോയമ്പത്തൂരിനേക്കാളും വളരെ വിലക്കുറവിൽ ഇവിടെ പവർ ടൂൾസ് കൊടുക്കുന്നു എന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ. അപ്പോൾ നമ്മുടെ ഷോപ്പിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്ന് പറയാമോ? അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിന്റെ അവിടെ നിന്ന് മഞ്ഞക്കുളം പള്ളി റോഡ് നേരെ മഞ്ഞക്കുളം പള്ളിയുടെ അവിടെ നിന്ന് മാർക്കറ്റിൽ പോകുമ്പോൾ ഒരു 500 മീറ്റർ ഫ്രണ്ടിലോട്ട് നേരെ ബിസ്മി ടയേഴ്സ് ഉണ്ടാവും. അതിന് ഓപ്പോസിറ്റ് കാണുന്ന ഷോപ്പാണ് നമ്മുടെ ഷോപ്പ്. ന്യൂ അഫ്രാസ് പവർ ടൂൾസ് ഉണ്ടാവും ഷോപ്പിന്റെ പേര്. ന്യൂ അഫ്രാസ് പവർ ടൂൾസ്. ന്യൂ അഫ്രാസ് പവർ ടൂൾസ് നമ്മൾ ഗൂഗിൾ മാപ്പ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് കിട്ടുമോ? ഗൂഗിൾ മാപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ ന്യൂ അഫ്രാസ് പവർ ടൂൾസ് എന്ന് അടിച്ചു കൊടുത്ത് പറഞ്ഞാൽ കറക്റ്റ് നമ്മുടെ എക്സാക്ട് ലൊക്കേഷൻ നമുക്ക് അതിൽ കാണിക്കും. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കോയമ്പത്തൂരിനേക്കാളും വില കുറച്ച് നമുക്ക് കേരളത്തിൽ പവർ ടൂൾസ് വാങ്ങാം. അതെ, അതാണ് ന്യൂ അഫ്രാസിന്റെ പ്രത്യേകത. കോയമ്പത്തൂരിനേക്കാളും വില കുറച്ചിട്ടൊന്നുമില്ല, കോയമ്പത്തൂർ കിട്ടുന്ന അതേ വിലയ്ക്ക് നമ്മൾ തരും. എന്താണെന്ന് പറഞ്ഞാൽ കോയമ്പത്തൂർ നമുക്ക് ഷോപ്പ് ഉള്ളതാണ്, ഓൾറെഡി നമുക്ക് ഷോപ്പ് അവിടെ ഉള്ളതാണ്. അപ്പോൾ അതേ റേറ്റിന് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. അതാണ് നമ്മുടെ കൺസെപ്റ്റ്, അതാണ് നമ്മുടെ പ്രത്യേകത. അതെ. നമുക്ക് ഡെലിവറി കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്? ഡെലിവറി കാര്യങ്ങൾ കേരളത്തിലാകുമ്പോൾ നമുക്ക് വൺ ഡേനകം സാധനം കൊറിയർ അയച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ സാധനം അയച്ചു കഴിഞ്ഞു പറഞ്ഞാൽ നാളെ തന്നെ നിങ്ങൾക്ക് സാധനം എക്സാക്റ്റ് ആയിട്ട് കയ്യിലേക്ക് എത്തും. അഥവാ ഇന്ത്യയിൽ ടോട്ടലായിട്ട് ഇന്ത്യയിലാകുമ്പോൾ ഓൾ ഇന്ത്യൻ കൊറിയർ സർവീസ് അവൈലബിൾ ആണ്. കേരളത്തിലാകുമ്പോൾ നമുക്ക് വൺ ഡേനകം സാധനം എത്തും. കേരളത്തിൽ എവിടെയായിരുന്നാലും കേരളത്തിൽ സർവീസ് ഉണ്ട്. DTDCയിലാണ് നമ്മൾ അയക്കല്. സ്പീഡ് പാർസൽ കൊറിയർ ആണ്, സ്പീഡായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ പവർ ടൂൾസ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഒത്തിരി ആൾക്കാരുടെ ഒരു പരാതിയാണ് നമുക്ക് സർവീസ് പ്രോപ്പർ ആയിട്ട് കിട്ടില്ല. അതായത് ഇപ്പോൾ നമ്മളായിട്ട് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ട് സർവീസ് കിട്ടില്ല എന്ന് പറയുന്നത്. നമ്മുടെ നമ്മൾ കൊടുക്കുന്ന മെഷീൻസിന്റെ എല്ലാം A to Z സ്പെയർ പാർട്സ് അവൈലബിൾ ആണ്. സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അഥവാ നിങ്ങൾക്ക് ഡെലിവറി ആയിട്ട് നിങ്ങൾക്ക് കൊറിയർ അയച്ചിട്ട് നിങ്ങൾക്ക് കംപ്ലയിൻസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞു പറഞ്ഞാൽ തിരിച്ച് ആ സാധനം നമുക്ക് തന്നെ കൊറിയർ അയച്ചു കഴിഞ്ഞു പറഞ്ഞാൽ ഒരു ദിവസത്തിനകം നമ്മൾ സാധനം റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് കൊറിയർ അയച്ച് നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്ത് തരും. അതായത് നമുക്ക് സർവീസ് സെന്റർ ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് നമ്മുടെ ഷോപ്പിൽ തന്നെ സർവീസ് സെന്റർ കാര്യങ്ങൾ അവൈലബിൾ ആണ്. ഏറ്റവും വലിയ പരാതിയാണ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന പരാതി ഈ സർവീസിനെ കുറിച്ചാണ്. മെയിൻ നമ്മളൊരു മെഷീൻ മേടിക്കുമ്പോൾ എപ്പോഴും നോക്കുന്ന സർവീസ് ആണ് നോക്കല്. A to Z സ്പെയർ പാർട്സ് നമ്മുടെ അവൈലബിൾ ആണ്. സർവീസ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്തു തരും. നമ്മുടെ മെഷീനിന് നമ്മൾ കൊടുക്കുന്ന എല്ലാ മെഷീൻസിന്റെയും A to Z സ്പെയർ പാർട്സ് നമ്മുടെ അവൈലബിൾ ആണ്. സർവീസിന്റെ കാര്യത്തിലൊന്നും യാതൊരു പേടിയും വേണ്ട. നമുക്ക് എത്ര വർഷമായി ഈ സ്ഥാപനം ഇവിടെ? നമ്മുടെ ഈ സ്ഥാപനം നമ്മൾ ഇവിടെ പാലക്കാട് സ്ഥിതി ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 5 ഇയേഴ്സിന്റെ മേലെയായി. നമുക്ക് കോയമ്പത്തൂർ ഓൾമോസ്റ്റ് ഒരു 15 ഇയേഴ്സിന്റെ മേലെയായി. 15 വർഷത്തിന് മുകളിലായി. അതായത് ഇപ്പോൾ അവിടുത്തെ അഫ്രാസിൽ പോകുന്നതിന് പകരമായിട്ട് നമുക്ക് എത്താൻ വേണ്ടിയിട്ടാണ് പാലക്കാട് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ വന്നാൽ നമുക്ക് എന്തായാലും ഒരുപാട് പറഞ്ഞ് ബോർഡ് അടിപ്പിക്കണം. എന്നാലും വിലകൾ പറഞ്ഞു പോകാം. നമ്മൾ കൊടുക്കുന്ന വിലയ്ക്ക് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല. കൂടുതൽ കളക്ഷൻസ് നമ്മുടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ക്ലിയർ കട്ട് ആയിട്ട് പറഞ്ഞുതരാം. വിലയെല്ലാം പറഞ്ഞു പോകാം, എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞു. പലയിടത്തും പോയി കഴിഞ്ഞാൽ വില പറയുന്നില്ല എന്നൊരു പരാതി. ഇല്ല, നമ്മൾ സ്റ്റാർട്ടിംഗ് മുതൽ എൻഡ് വരെയുള്ള വില ഞാൻ കൃത്യമായിട്ട് ഞാൻ ക്ലിയർ കട്ട് ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ബ്രോ എല്ലാവരും മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ ഹാംഗിൾ ഗ്രൈൻഡർ. ഈ ഹാംഗിൾ ഗ്രൈൻഡർ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 800 മുതൽ സ്റ്റാർട്ടിംഗ് 800 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ കുറച്ച് നല്ല ക്വാളിറ്റിയിലൊക്കെ എടുക്കുമ്പോൾ 1200 1400 രൂപ എടുത്ത് പറഞ്ഞാൽ കുറച്ചുകൂടെ ക്വാളിറ്റി വൈസ് കൂടിയതായിട്ട് കിട്ടും. നമുക്ക് 800-ന് വാറന്റി ഉണ്ട്, സർവീസ് വാറന്റി 800, 1000, 1200 രൂപയൊക്കെ സർവീസ് വാറന്റിയാണ് കൊടുക്കുന്നതിന്. ഒരു 1600 രൂപയുടെ മേലെ പോകുമ്പോൾ നമുക്ക് ആർമിച്ചറിന് വാറന്റി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ നോർമൽ പേർപ്പസിനൊക്കെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ നോർമൽ 800 രൂപ 1200 രൂപയുടെ കട്ട് നമുക്ക് ഓക്കെയാണ്. അപ്പൊ നമ്മൾ കുറച്ച് പ്രൊഫഷണൽ ആയിട്ട് കണ്ടിന്യൂസ് ഒക്കെ വർക്ക് ഉണ്ട്, നമ്മൾ സ്ഥിരം പണിയുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞാൽ ഒരു 1600 രൂപ. ഈ യൂരി എന്ന് പറഞ്ഞ കമ്പനി നമുക്ക് ഹെവി ടൈപ്പിൽ വരുന്നതാണ്. ഈ യൂരി എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ടിങ് വരുന്നത് നമുക്ക് 1600 രൂപ കണ്ടിന്യൂസ് വർക്ക് ചെയ്യാം. പിന്നെ അതിൽ തന്നെ കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള ഹിക്കോക്കിൽ വരുന്നുണ്ട്, ഡോങ്സിംഗ് എന്ന് പറഞ്ഞ കമ്പനിയിൽ വരുന്നുണ്ട്, ഡാമിയർ എന്ന് പറഞ്ഞ കമ്പനിയിൽ വരുന്നുണ്ട്, ഡായൂരി എന്ന് പറഞ്ഞ കമ്പനിയിൽ വരുന്നുണ്ട്. പല വെറൈറ്റിയിലും നമ്മുടെ അവൈലബിൾ ആണ്. നമ്മുടെ പർപ്പസിനനുസരിച്ച് പോലെ നമുക്ക് മെഷീൻസ് മേടിക്കാൻ പറ്റും. ഇപ്പോൾ അടുത്ത് നോക്കുന്നത് നമ്മൾ കോഡ്ലെസിന്റെ കളക്ഷൻസ് ആണ്. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് നമുക്ക് 1200 രൂപ. തോർ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്നതാണ്. 1200 രൂപ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരും. പിന്നെ അതിൽ തന്നെ ഫുൾ സെറ്റായിട്ട് കോംബോ സെറ്റായിട്ട് വരുന്നുണ്ട്.
കോംബോ കിറ്റായിട്ട് അത് തന്നെ 12 വോൾട്ടിൽ തന്നെ വരുന്നതാണ്. 1600 രൂപ വരും. എക്സലൻറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരും. പിന്നെ അതിലും കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള 21 വാട്ട്സിൽ മെറ്റൽസ് ഒക്കെ വരുന്നതാണ്. വിത്ത് ഹാമറിംഗ് അടക്കം വരും. നിങ്ങൾക്ക് ചുമര് വേണമെങ്കിൽ ചുമര് തുളയ്ക്കാനും പറ്റും. മൾട്ടിപർപ്പസായി യൂസ് ചെയ്യാൻ പറ്റും. 2400 രൂപ, 1 വർഷം വാറണ്ടിയോടെ വരുന്നത്. പിന്നെ അതിലും കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള പവർ ടഫ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്നുണ്ട്. ഇതാകുമ്പോൾ നിങ്ങൾക്ക് BLDC മോട്ടറാണ്, ബ്രഷ്ലെസ്സിൻ്റെ മോട്ടറാണ്. നിങ്ങൾക്ക് കണ്ടിന്യൂസ് വർക്ക് ചെയ്താലും മെഷീൻ കംപ്ലൈൻറ്റ് കാര്യങ്ങൾ വരില്ല. 2800 രൂപ വരും. പിന്നെ അതിലും കുറച്ച് നല്ലതാകുമ്പോൾ MTEX എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്നുണ്ട്. ഇത് വന്നിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഹാമറിംഗ് അടക്കം വരുന്നതാണ്. 2500 രൂപ ഹോൾസെയിൽ റേറ്റ്. പിന്നെ അതിൽ തന്നെ നമുക്ക് ബോൾട്ട് നട്ട് അഴിക്കാനുള്ള മെഷീൻ വരുന്നുണ്ട്. നമുക്ക് കാറിൻ്റെ ബൈക്കിൻ്റെയൊക്കെ ബോൾട്ട് നട്ടൊക്കെ അഴിക്കണം എന്ന് പറഞ്ഞാൽ വ്രിഞ്ച്, ബാറ്ററി വ്രിഞ്ച് എന്ന് പറയും. ബോൾട്ട് നട്ടൊക്കെ അഴിക്കാൻ പറ്റിയ ടൈപ്പാണ്. സ്റ്റാർട്ടിങ് വരുന്നത് തന്നെ നമുക്ക് 3200 രൂപ വരുന്നുണ്ട്. 3200 രൂപ വരുന്നുണ്ട്. പിന്നെ അതിൽ ഹെവി ആയിട്ട് വേണം പറഞ്ഞാൽ ഹെവി ആയിട്ട് വരുന്നുണ്ട്. 32ലേക്ക് നമുക്ക് അഴിക്കണം എന്ന് പറഞ്ഞാൽ 32ൻ്റെ അഴിക്കാനുള്ള ടൈപ്പ് നമുക്ക് വരുന്നുണ്ട്. ഹെവി ആയിട്ട് നോൺ സ്റ്റോപ്പ് വർക്ക് ചെയ്യാൻ പറ്റും. ഈ മെഷീൻ വന്നിട്ട് നമുക്ക് പുതുതായിട്ട് ഇറങ്ങിയ മെഷീനാണ്. നമ്മൾ നോർമൽ പെയിന്റ് ഒക്കെ അടിക്കണം എന്ന് പറഞ്ഞാൽ കംപ്രസറിന്റെ ഗണ്ണ്, ഹോസൊക്കെ ഒന്ന് വെച്ചിട്ട് വേണം പെയിന്റ് അടിക്കാൻ. ഇതാകുമ്പോൾ നമുക്ക് കറണ്ടി കുത്തി തന്നെ നിങ്ങൾക്ക് പെയിന്റ് അടിക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണ്. നമുക്ക് നോർമൽ ഫിനോമിൽ പെയിന്റും അടിക്കാൻ പറ്റും, വാട്ടർ പെയിന്റും അടിക്കാൻ പറ്റും, മൾട്ടി ഐഡി യൂസ് ചെയ്യാൻ പറ്റും. കറണ്ടി കുത്തുക, ജസ്റ്റ് പെയിന്റ് ഒഴിക്കുക, ജസ്റ്റ് ചുമ്മാ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ ഉണ്ടോ, ജസ്റ്റ് ഒന്ന് ചുമ്മാ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ സുഖമായിട്ട് അടിക്കാൻ പറ്റും. നമുക്ക് വീട്ടിലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല പവർ, കംപ്രസറിനേക്കാളും പവർ കൂടുതലാണ്. നല്ല പവർ ഉണ്ടാവും. 950 വാട്ട്സിൽ വരുന്നതാണ്. 950 വാട്ട്സിൽ. അതിന് പ്രൈസ് വരും? അതിന് സ്റ്റാർട്ടിംഗ് വരുന്നത് 1800 രൂപ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരും. 1800 രൂപയ്ക്ക് ഇനി കംപ്രസർ ഇല്ലാതെ നമുക്ക് കംപ്രസർ ഇല്ലാതെ ഇപ്പൊ 10,000 12,000 കൊടുത്ത് കംപ്രസർ മേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ സുഖമായിട്ട് പെയിന്റ് അടിക്കാൻ പറ്റും. അപ്പോൾ ബ്രോ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഹാമർ ഡ്രില്ലാണ്. സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് വെറും 1700 രൂപ. ടെക്ട്രെക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്നതാണ്. ഫുൾ കോപ്പർ വൈൻഡിങ് കൂടെ വരുന്നത്. സ്റ്റാർട്ടിംഗ് പ്രൈസ് മെഷീനാണ്. പിന്നെ അതിൽ തന്നെ കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള നമുക്ക് ഡാമിയർ എന്ന് പറഞ്ഞ കമ്പനിയിൽ വരുന്നുണ്ട്. കുറച്ചുകൂടെ ഹെവി ടൈപ്പിൽ വരുന്ന മെഷീനാണ്. ഡാമിയർ എന്ന് പറഞ്ഞ കമ്പനിയിൽ വരുന്നത് 2300 രൂപ. 1 വർഷം വാറണ്ടിയോടെ വരും. പിന്നെ അതിലും കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള യൂരി എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്നുണ്ട്. കുറച്ച് കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ യൂരി എന്ന് പറഞ്ഞ കമ്പനിയിൽ വരും. പിന്നെ എക്സ്ട്രീം എന്ന് പറഞ്ഞ കമ്പനിയിൽ വരുന്നുണ്ട്. ഹാമറിംഗ് മെഷീൻ 2-20 ആണ്. പല വെറൈറ്റിയിൽ നമുക്ക് വരുന്നുണ്ട്. ഇത് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നതാണ്. ഇതിൽ തന്നെ ക്വാളിറ്റി വൈസ് കൂടിയതാകുമ്പോൾ ക്വാളിറ്റി വൈസ് കൂടിയത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പിന്നെ അതിൽ തന്നെ 3 ഓപ്ഷൻ വരുന്നത് ഡ്രില്ലിങ്, ഹാമറിംഗ്, ചിപ്പിംഗ് പാടെ വരുന്നത്. സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് നമുക്ക് 2400 രൂപ. DC എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരും. പിന്നെ അതിൽ തന്നെ കുറച്ച് നല്ല പ്രോപ്പറായിട്ട് ക്വാളിറ്റി വൈസ് കൂടിയ മെഷീൻ പവർ ടഫ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്നുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ഹെവി ആയിട്ട് കണ്ടിന്യൂസ് വർക്ക് ചെയ്യാൻ പറ്റും. 3000 രൂപയാണ് ഇതിൻ്റെ റേറ്റ്, ഹോൾസെയിൽ റേറ്റ്. ഇത് 1 വർഷം വാറണ്ടിയോടെ വരുന്നതാണ്. പിന്നെ അതിൽ തന്നെ കുറച്ച് എലൈറ്റ് മോഡലായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഡാമിയറിൻ്റെ പ്രീമിയം ക്വാളിറ്റി മെഷീൻ വരുന്നുണ്ട്. കണ്ടിന്യൂസ് വർക്കിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ്. ഹെവി ആയിട്ട് നമുക്ക് നോൺ സ്റ്റോപ്പ് കണ്ടിന്യൂസ് വർക്ക് ചെയ്യാം. അതിന് പ്രൈസ് എങ്ങനെ വരും? ഇതിന് വന്നിട്ട് നമുക്ക് 2800 രൂപ, 1 വർഷം വാറണ്ടിയോടെ വരും. 2800 1 വർഷം വാറണ്ടിയോടെ വരും. പിന്നെ അതിലും ഹെവി ടൈപ്പിലാകുമ്പോൾ നമുക്ക് പല വെറൈറ്റിയിൽ പവർ ടെക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിലുണ്ട്, പവർ ബിൽഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിലുണ്ട്. പല വെറൈറ്റിയിൽ നമുക്ക് വരുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ നമുക്ക് 3 kg ഈ ഇലക്ട്രീഷ്യന്മാരൊക്കെ നമുക്ക് വെയിറ്റ്ലെസ് മെഷീനായിട്ട് ചിപ്പിങ്ങും ഡ്രില്ലിങ്ങും പാടെ ചെയ്യാൻ പറ്റിയ ടൈപ്പാണ്. ഡ്രില്ലിങ്ങും ചിപ്പിങ്ങും പാടെ ചെയ്യാൻ പറ്റിയ ടൈപ്പാണ്. ഹെവി ആയിട്ട് നോൺ സ്റ്റോപ്പ് വർക്ക് ചെയ്യാൻ പറ്റിയ ടൈപ്പ്. ടർബോ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്നതാണ്. പ്രീമിയം ക്വാളിറ്റി സാധനമാണ്. കണ്ടിന്യൂസ് നോൺ സ്റ്റോപ്പ് വർക്ക് ചെയ്യാം. പിന്നെ ഇതിൽ തന്നെ നമുക്ക് 3 വെറൈറ്റി വരുന്നുണ്ട്. ഡോങ്സിംഗ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്നുണ്ട്, DC എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്നുണ്ട്, പിന്നെ ടർബോ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ കാണിച്ച മെഷീൻ്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? ഇതിന്റെ വരുന്ന സ്റ്റാർട്ടിംഗ് വരുന്നത് നമുക്ക് 4300, 4300 രൂപ വരുന്നുണ്ട് അതിന്റെ റേറ്റ്. പിന്നെ അതിൽ തന്നെ പല വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അതിൽ തന്നെ 5 kg മെഷീൻ. ഇത് 5 kg ആണ് അല്ലേ? ഇത് 5 kg മെഷീനാണ്. ഇത് നമുക്ക് ഇലക്ട്രീഷ്യന്മാർ നമുക്ക് നോർമൽ കൺസ്ട്രക്ഷൻ വർക്കിനൊക്കെ കൊണ്ടുപോകുന്ന സാധനമാണ്. സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് വെറും 3200 രൂപ. 3200, വെറും 3200 രൂപ ഹോൾസെയിൽ റേറ്റ്. ഈ റേറ്റിന് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല. നമ്മൾ ഈ പറയുന്ന ഹോൾസെയിൽ റേറ്റിന് തന്നെയാണ് റീറ്റെയിൽ കൊടുക്കുന്നത്. റീറ്റെയിൽ കൊടുക്കുന്ന ഹോൾസെയിൽ കൊടുക്കുന്ന ഒരേ റേറ്റ് ആണ്. നമ്മൾ ഹോൾസെയിൽ ഷോപ്പാണ്. ഈ റേറ്റ് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല. ഇതിനേക്കാളും റേറ്റ് കുറച്ച് നിങ്ങൾക്ക് ഒരിക്കലും എവിടെയും കിട്ടില്ല. കൊടുക്കുന്ന സാധനം നല്ല ബ്രാൻഡഡ് സാധനമായിരിക്കും. മെറ്റീരിയൽ വൈസ് നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും. പിന്നെ അതിൽ തന്നെ 7 kg മോഡൽ നമുക്ക് വരുന്നുണ്ട്. 7 kg മോഡൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഹെവി ടൈപ്പിൽ വരുന്നത്, LNG ടൈപ്പിൽ വരുന്നതാണ്. 7 kg കുറച്ച് കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ്. കണ്ടിന്യൂസ് വർക്ക് ചെയ്താലും കംപ്ലൈൻസ് കാര്യങ്ങൾ വരില്ല. മെറ്റീരിയൽ വൈസ് നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിരിക്കും. അതിന് പ്രൈസ് എങ്ങനെ വരും? ഇതിന് വരുന്നത് 4500 രൂപ. 4500 രൂപ ഹോൾസെയിൽ റേറ്റ്. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് മാർബിൾ കട്ടറാണ്. മാർബിൾ കട്ടർ നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നത് വെറും 1600 രൂപ. എക്സലന്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്നതാണ്. വെറും 1600 രൂപ സ്റ്റാർട്ടിംഗ് പ്രൈസ്. പിന്നെ അതിൽ തന്നെ കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള നമുക്ക് ഹൈമാക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്നുണ്ട്. കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി വൈസ് കൂടിയത്, പെർഫോമൻസ് വൈസ് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇതാകുമ്പോൾ നമുക്ക് ഒരു 2000 രൂപ, 1 വർഷം വാറണ്ടിയോടെ വരുന്നതാണ്. അതിൽ തന്നെ 4 ഇഞ്ച് 5 ഇഞ്ച് യൂസ് ചെയ്യാൻ പറ്റിയ യൂരി എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്നുണ്ട്. ഇതാകുമ്പോൾ എന്താ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി ക്രോസ് കട്ടിങ് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ക്രോസ് കട്ടിങ് എന്തെങ്കിലും ചെയ്യണം പറഞ്ഞാൽ ബെഡ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ക്രോസ് കട്ടിങ് ചെയ്യാൻ പറ്റും. ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഒരു 2300 വരും. അതിൽ തന്നെ ഡാമിയറിൻ്റെ എലൈറ്റ് മോഡലിൽ വരുന്നുണ്ട്. കുറച്ചുകൂടെ ക്വാളിറ്റി വൈസ് കൂടിയത്. മാർബിൾ കട്ടർ പല ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആണ്. 2-3 മോഡൽസ് മാത്രം വെച്ച് കാണിച്ചു തന്നെ ഉള്ളൂ. ഏത് മെഷീൻസ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് റിക്വയർമെന്റ് അനുസരിച്ചാണ് നമ്മൾ നമുക്ക് റിക്വയർമെന്റ്സ് അനുസരിച്ച് നമുക്ക് മേടിക്കാൻ പറ്റും.
അതായത് അവരുടെ പ്രൈസ് അനുസരിച്ച് നമുക്ക് മെഷീൻസ് ഏത് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഇതെല്ലാം സ്റ്റാർട്ടിംഗ് പ്രൈസ് മെഷീനാണ് കാണിച്ചിരിക്കുന്നത്. ഇതിന് പല വേരിയന്റും വരുന്നുണ്ട്, കുറെ മോഡൽസ് ഉണ്ട്. അപ്പൊ ഡ്രില്ലിംഗ് മെഷീൻ ഒക്കെ വരുന്നത് വെറും 1200 രൂപയ്ക്കാണ്. 6mm ഡ്രില്ല് വെറും 1200 രൂപ. ഡാമിയർ എന്ന് പറഞ്ഞ കമ്പനിയിൽ വരും. പിന്നെ അതിൽ തന്നെ കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള ഹൈമാക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്നുണ്ട് ബ്രോ. കുറച്ചുകൂടെ ഹെവി ആയിട്ട് കണ്ടിന്യൂസ് വർക്ക് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ്. ഒരു 1300 രൂപ വരും. പിന്നെ അതിലും കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള നമുക്ക് ഡോങ്സിങ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരും. ബ്രാൻഡഡ് സാധനമാണ്, 1 year വാറണ്ടിയോടെ കൊടുക്കുന്നതാണ്. 1600 രൂപ വരും. പിന്നെ അതിലും കുറച്ച് ഹെവി ആയിട്ട് വേണമെന്ന് പറഞ്ഞാൽ 10mm ഡ്രില്ല് വരും. ഡാമിയർ എന്ന് പറഞ്ഞ കമ്പനിയിൽ കുറച്ചുകൂടെ പ്രീമിയം ക്വാളിറ്റി സാധനമാണ്. 1200 രൂപ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ യൂരി എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്നുണ്ട്. ഇതാകുമ്പോൾ നിങ്ങൾക്ക് 10mm ബിറ്റ് വരെയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കുറച്ച് കണ്ടിന്യൂസ് വർക്ക് ചെയ്യുക. 1300 രൂപ. പിന്നെ അതിലും കുറച്ച് നല്ല ക്വാളിറ്റി വേണമെന്ന് പറഞ്ഞാൽ ഡോങ്സിങ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്നുണ്ട്. ഇത് വന്നിട്ട് ഡോങ്സിങ്ങിൽ തന്നെ 10mm വരുന്നത്. നോർമൽ മുമ്പ് കാണിച്ചത് 6mm ഡ്രില്ലാണ്. ഇത് 10mm ബിറ്റ് വരെയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ ഹെവി ആയിട്ട് കണ്ടിന്യൂസ് വർക്ക് ചെയ്യാം. പിന്നെ അതെല്ലാവരും ചോദിക്കുന്ന മെഷീനാണ് 13mm ഡ്രില്ല്. നോർമൽ വീട്ടിലെ പർപ്പസിന്, കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യുക, വീട്ടിലെ പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യുക. ഇതിലാകുമ്പോൾ എന്താ പറഞ്ഞാൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നോർമൽ ഡ്രില്ലായിട്ട് യൂസ് ചെയ്യുക, ഹാമറിംഗ് ആയിട്ട് യൂസ് ചെയ്യുക. നമുക്കിപ്പോൾ ചുമരിലൊക്കെ ചുമര് തുളയ്ക്കണം എന്ന് പറഞ്ഞാൽ ഈ ഡ്രില്ലും വെച്ചിട്ട് തന്നെ നമുക്ക് ചുമര് തുളയ്ക്കാനും പറ്റും. വുഡിൽ ഡ്രില്ല് ചെയ്യുക, മെറ്റലിൽ ഡ്രില്ല് ചെയ്യുക, സ്ക്രൂ ചെയ്യുക, എല്ലാം മൾട്ടിപർപ്പസായി യൂസ് ചെയ്യുക. ഈ ഒരു മെഷീൻ ഉണ്ട് പറഞ്ഞാൽ എല്ലാ പർപ്പസും നിങ്ങൾക്ക് നടക്കും. ഇതിന്റെ റേറ്റ് കേട്ടാൽ നിങ്ങൾ നെട്ടും. വെറും 1100 രൂപയ്ക്കാണ് ഈ മെഷീൻ ഞാൻ കൊടുക്കുന്നത് തന്നെ. വെറും 1100 രൂപ ഹോൾസെയിൽ റേറ്റ്. ഈ റേറ്റിന് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല. അപ്പോൾ ബ്രോ വെൽഡിംഗ് മെഷീൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും 3200 രൂപയ്ക്കാണ് കേട്ടോ. 250 ആംസിൽ സിംഗിൾ ബോർഡ് വരുന്നതാണ്. 3200 രൂപ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ കുറച്ചുകൂടെ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് തോഷ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്നുണ്ട്. തോഷിന്റെ ബ്രാൻഡഡ് സാധനമാണ്. ഡബിൾ ബോർഡ് വരുന്നതാണ്. 200 ആംസ്. കുറച്ച് കണ്ടിന്യൂസ് വർക്ക് ഒക്കെ ഉണ്ട് പറഞ്ഞാൽ ഇത് എടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. വെറും 4800 രൂപ. 1 വർഷം വാറണ്ടിയോടെ വരുന്നതാണ്. പിന്നെ ഇതിൽ തന്നെ നമുക്ക് ട്രിപ്പിൾ ബോർഡ് വരുന്നുണ്ട്, ടിഗൻ ആർക്ക് വരുന്നുണ്ട്, പല മെറ്റീരിയൽസ് നമുക്ക് വരുന്നുണ്ട്. ട്രിപ്പിൾ ബോർഡ് ഒക്കെ ആകുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നത് വെറും 6300 രൂപ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നുണ്ട്. 6300 രൂപ തോഷിന്റെ ബ്രാൻഡിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ ഓട്ടോ കട്ട് ഓഫ് വരുന്ന ഒരു മെഷീൻ ഉണ്ട്. അത് കുറച്ചുകൂടെ കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ്. വെറും 7200 രൂപ വരും. അപ്പോൾ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ അതെ, നിങ്ങളുടെ പേർപ്പസിനനുസരിച്ച് പോലെയാണ് ബ്രോ. ഇപ്പോൾ നിങ്ങൾ കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ മെഷീൻ വേണ്ടത്, നിങ്ങളുടെ പേർപ്പസ് എന്താണ്, അതിനനുസരിച്ച് നമ്മുടെ കയ്യിൽ പറഞ്ഞാൽ അതിനനുസരിച്ച് മോഡലും മെറ്റീരിയൽസും നമ്മൾ കാണിച്ചു തരും. നിങ്ങൾ ഏതാ വേണ്ടത് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം. എന്തായാലും കേരളത്തിൽ കിട്ടുന്നതിൽ ഏറ്റവും കുറച്ച് വിലയിൽ കേരളത്തിൽ കിട്ടുന്നതിനേക്കാളും ഏറ്റവും കുറച്ചിട്ട് നമുക്ക് ഇവിടെ കിട്ടും. നമുക്ക് കോയമ്പത്തൂർ ഓൾറെഡി ഷോപ്പ് ഉള്ളതാണ്. അതേ റേറ്റിനാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് തന്നെ. ഇവിടെ കിട്ടുന്നതിനേക്കാളും ഏറ്റവും വില കുറച്ചിട്ട് നമ്മൾ കൊടുക്കുള്ളൂ. വെളിയിൽ അന്വേഷിച്ച് നോക്കിയാലും നമ്മുടെ കയ്യിൽ നോക്കിയാലും നമ്മുടെ കയ്യിലായിരിക്കും കുറച്ചുകൂടി ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട്. അല്ലാതെ നമുക്ക് വരുമ്പോൾ അറിയാൻ പറ്റും. ഇവിടുത്തെ തിരക്ക് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ വന്നപ്പോൾ തന്നെ ഷൂട്ടിംഗ് നമ്മൾ തുടങ്ങിയിട്ട് തന്നെ ഇത്രയും നേരമായി. തിരക്ക് വരുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാനും കൂടെ പറ്റുന്നില്ല. അതെ അതെ. അപ്പൊ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്രൈവാൾ സാൻഡർ ആണ് ബ്രോ. നമുക്ക് പുട്ടിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. 7 ഇഞ്ചിൽ വരുന്ന മെഷീനാണ്. സ്റ്റാർട്ടിംഗ് വരുന്നത് നമുക്ക് യൂരി എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരും. 4100 രൂപ. അതിൽ കുറച്ച് പ്രീമിയം ക്വാളിറ്റി ഡാമിയർ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരും. ഇതാകുമ്പോൾ നമുക്ക് ഒരു 4500 രൂപ. 1 വർഷം സർവീസ് വാറണ്ടിയോടെ വരുന്നതാണ്. കുറച്ചുകൂടെ പ്രീമിയം ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് വന്നിട്ട് നോർമൽ ഓർബിറ്റൽ സാൻഡർ എന്ന് പറയും. നോർമൽ നമുക്ക് കുട്ടിയൊക്കെ പിടിക്കാൻ വേണ്ടി സ്ക്വയർ 5 ഇഞ്ച് ടൈപ്പിൽ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ്. സ്പീഡ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഡോങ്സിങ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ ഇതിന്റെ പ്രൈസ് വരുന്നത് 2900 രൂപ വരുന്നുണ്ട്. 2900. പിന്നെ അതിൽ തന്നെ നമുക്ക് ഓർബിറ്റൽ സാൻഡിന്റെ സ്ക്വയർ ടൈപ്പ് വരുന്നുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് 185 എന്ന് പറയും. വലിയ പേപ്പർ ഇട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ്. ഇത് സ്റ്റാർട്ടിംഗ് വരുന്നത് നമുക്ക് 1900. ഡോങ്സിങ് എന്ന് പറഞ്ഞ ബ്രാൻഡഡ് ഐറ്റം വരും. 1900. പിന്നെ ഇതിൽ തന്നെ നമുക്ക് ട്രിമ്മർ, മിനി ട്രിമ്മർ എന്ന് പറയും. നമുക്ക് റൂട്ടീൻ ചെയ്യാനുള്ള മെഷീനാണ്. റൂട്ടർ ഇല്ലാതെ നോർമൽ മിനി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ്. ഇത് നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നത് നമുക്ക് 2200 രൂപ. ഡോങ്സിങ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ തന്നെ വരും. 2200 ആണ് അല്ലേ. കൊമേഴ്ഷ്യൽ പർപ്പസ് ആയി യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ്. കണ്ടിന്യൂസ് വർക്ക് ചെയ്യാം. അപ്പോൾ കുറേ പേര് നമ്മുടെ ചോദിച്ചിട്ടുള്ള കാര്യമാണ് 4 പീസ് കോംബോ സ്റ്റോക്ക് കയറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ സ്റ്റോപ്പിലോട്ട് സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വരുന്നത് ഒരു ഇമ്പാക്ട് ഡ്രില്ല് വരുന്നുണ്ട്, ഒരു റോട്ടറി ഹാമർ വരുന്നുണ്ട്, ഒരു ഗ്രൈൻഡിങ് മെഷീൻ വരുന്നുണ്ട്, ഒരു സ്ക്രൂ ഡ്രില്ലും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇമ്പാക്ട് ഡ്രില്ല് വരുന്നത് നോർമൽ ബോൾട്ട് നെറ്റൊക്കെ കഴിക്കാൻ പറ്റിയ ടൈപ്പിൽ വരുന്നതാണ്. അതിൽ തന്നെ ഒരു റോട്ടറി ഹാമർ വരുന്നുണ്ട്. 3 ഓപ്ഷൻ വരുന്ന ഒരു റോട്ടറി ഹാമർ. ഇതാകുമ്പോൾ ഡ്രില്ലിങ്, ഹാമറിങ്, ചിപ്പിങ്ങും പാടെ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. മൾട്ടി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ഗ്രൈൻഡിങ് മെഷീൻ ഇതിൽ വരുന്നുണ്ട്. നോർമൽ ഗ്രൈൻഡർ ഇതിലൊന്ന് വരുന്നുണ്ട്. അത്യാവശ്യം നോർമലായിട്ട് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സ്ക്രൂ ഡ്രിൽ ഇതിൽ വരുന്നുണ്ട്. കുറച്ചുകൂടെ കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം. BLDC വരുന്നതാണ്. ഇതെല്ലാം നിങ്ങൾക്ക് ബ്രഷ്ലെസ്സിൻ്റെ മോട്ടറാണ്. നോർമൽ കാർബൺ ഉള്ള ടൈപ്പ് അല്ല. BLDC മോട്ടറിൽ വരുന്നതാണ്. കണ്ടിന്യൂസ് വർക്ക് ചെയ്യാൻ പറ്റും. 48 വാട്ട്സിൻ്റെ 3 ബാറ്ററി ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആയിട്ട് വരും. ഒരു ഫാസ്റ്റ് ചാർജും വരും. 4 മെഷീനും ചേർത്തിട്ട് വെറും 8900 രൂപ ഇതിന്റെ റേറ്റ് ഉള്ളൂ കേട്ടോ. മാർക്കറ്റിൽ 8900. മാർക്കറ്റിൽ 11,500 കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ് വെറും 8900 രൂപയ്ക്ക് നമ്മുടെ ന്യൂ ഓഫറസിന്റെ ഷോപ്പിൽ നമ്മൾ കൊടുക്കും. അപ്പോൾ മരം മുറിക്കുന്ന മെഷീനൊക്കെ സ്റ്റാർട്ടിംഗ് വെറും 5500 രൂപ. എക്സലന്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്നതാണ്. 5500 രൂപ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നതാണ്. പിന്നെ അതിൽ തന്നെ കുറച്ച് നല്ല ക്വാളിറ്റിയിലാകുമ്പോൾ നമുക്ക് ഹൈമാക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്നുണ്ട്, പവർടെക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്നുണ്ട്, യൂരി എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്നുണ്ട്. പല വെറൈറ്റി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. സ്റ്റാർട്ടിംഗ് പ്രൈസ് 5500 രൂപ വരുന്നുണ്ട്. പിന്നെ അതിൽ കുറച്ച് കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഹൈമാക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്നുണ്ട് 5600.
പിന്നെ അതിലും കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് എക്സലന്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്നുണ്ട്, ഫാസ്റ്റ് കട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്നുണ്ട്. അപ്പോൾ പല ബ്രാൻഡും നമുക്ക് അവൈലബിൾ ആണ്. നോർമൽ ഹോം പർപ്പസിനൊക്കെ ആകുമ്പോൾ 5500 5800 മെഷീൻ ഓക്കെയാണ്. കുറച്ച് കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ക്വാളിറ്റി കൂടി മെഷീൻ എടുത്ത് പറഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതിപ്പോൾ നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാലോ ഈ കൊമേഴ്ഷ്യൽ പർപ്പസിന് ഉപയോഗിക്കുന്നതിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽ അത് നമ്മൾ പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കും ബ്രോ. ഇതിപ്പോൾ നമ്മൾ നോർമൽ പർപ്പസിനൊക്കെ ആകുമ്പോൾ നമുക്ക് അതിനുള്ള മെഷീൻസ് നമ്മൾ കാണിച്ചു കൊടുക്കും. കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ട് പറഞ്ഞാൽ അതിനുള്ള മെഷീൻസ് നമ്മൾ പ്രോപ്പറായിട്ട് കാണിച്ചു കൊടുക്കും. നമ്മുടെ കയ്യിൽ 5500 രൂപ മുതൽ 18500 രൂപ വരെ മെഷീൻ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ പ്രഷർ വാഷറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും 3500 രൂപ കേട്ടോ. വെറും 3500 രൂപയ്ക്ക് ഇൻഡക്ഷൻ മോട്ടർ ടൈപ്പ് പ്രഷർ വാഷ് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. അതിൽ തന്നെ കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള നമുക്ക് മിറ്റ്സൂക്കി എന്ന് പറഞ്ഞ ബ്രാൻഡ് വരുന്നുണ്ട് ബ്രോ. കുറച്ചുകൂടെ ക്വാളിറ്റി വൈസ് കൂടിയത് 2500 വാട്ട്സ് 180 ബാർ പ്രഷർ വരുന്നതാണ്. കുറച്ച് കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ മിറ്റ്സൂക്കി എന്ന് പറഞ്ഞ ബ്രാൻഡ് നന്നായിരിക്കും. അതാകുമ്പോൾ നിങ്ങൾക്ക് 4800 രൂപ, 1 വർഷം സർവീസ് വാറണ്ടിയോടെ വരും. പിന്നെ അതിൽ തന്നെ ഇന്ത്യൻ ബ്രാൻഡ് വരുന്നുണ്ട്, ടൂക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്നതാണ്. കുറച്ചുകൂടെ നിങ്ങൾക്ക് ഹെവി ആയിട്ട് കണ്ടിന്യൂസ് വർക്ക് ചെയ്യാൻ പറ്റും. ടൂക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡ് അതും കുറച്ചുകൂടെ മെഷീൻ മെറ്റീരിയൽ വൈസ് നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിരിക്കും. നമ്മുടെ പേർപ്പസിനനുസരിച്ച് പോലും മെഷീൻ മേടിക്കാൻ പറ്റും. ഇപ്പോൾ നോർമൽ വീട്ടിലെ പർപ്പസിനൊക്കെ ആകുമ്പോൾ 3500 രൂപയുടെയൊക്കെ ഓക്കെയാണ്. കണ്ടിന്യൂസ് നിങ്ങൾക്ക് വർക്ക് ചെയ്യണം, അങ്ങനെ കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് മെഷീൻസ് നമ്മുടെ പല മോഡൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ പെയിന്റിംഗ് വർക്കുകാർ റെന്റൽ പർപ്പസുകാരൊക്കെ കൊണ്ടുവന്ന് കുറച്ചുകൂടെ ഹെവി ടൈപ്പിൽ വരുന്ന മെഷീൻസ് ആണ്. കണ്ടിന്യൂസ് വർക്ക് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ്. അതൊക്കെ ആകുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ഒരു 6500 രൂപയിൽ മെഷീൻ എടുത്ത് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് നമുക്ക് എടുക്കാൻ പറ്റും. 6500 രൂപയ്ക്ക് തന്നെ 1 ഇയർ വാറണ്ടി ഉള്ള മെഷീൻസ് നമുക്ക് എടുക്കാൻ പറ്റും. ടൂക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്നുണ്ട്. 150 ബാർ പ്രഷർ, 2200 വാട്ട്സ്, ഹെവി ടൈപ്പ്, കണ്ടിന്യൂസ് വർക്ക് ചെയ്യാൻ പറ്റിയ ടൈപ്പ്. നല്ല മെഷീൻസ് ഉണ്ട്. അപ്പോൾ ഇനി വീട്ടിൽ തടി മുറിക്കാനായിട്ട് കൊടുവാളും വെട്ടുകത്തിയൊന്നും വേണ്ട. ഇങ്ങനത്തെ ഒരു മെഷീൻ ഉണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. കേട്ടോ, 21 വാട്ട്സ് ബാറ്ററിയിൽ വരുന്നതാണ്. നിങ്ങൾക്ക് തന്നെ വീട്ടിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി അമ്മമാരൊന്നും വെട്ടുകത്തി വെച്ച് കൊടുവാള് വെച്ച് കൊത്തേണ്ട ആവശ്യമില്ല. ഈ മെഷീൻ വെച്ചിട്ട് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ മെഷീൻ്റെ പ്രൈസ് വരുന്നത് 3500 രൂപ. ഈ ഒരു മെഷീൻ മേടിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പർപ്പസും നിങ്ങൾക്ക് നടക്കും. വീട്ടിലെ എല്ലാ പർപ്പസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് നല്ലൊരു കൊടുവാൾ വാങ്ങുന്ന പൈസ ആവുന്നുള്ളൂ. അത്രേ ഉള്ളൂ, നല്ലൊരു കൊടുവാൾ മേടിക്കുന്ന പൈസക്ക്. അപ്പോൾ ഈ ബ്ലോവർ വരുന്നത് വെറും 950 രൂപ. എല്ലാ പർപ്പസും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. വീട്ടിലെ മുറ്റമടിക്കാൻ, കാറിലെ ബാക്കമായിട്ടും യൂസ് ചെയ്യാനും പറ്റും, ഡസ്റ്റ് അടിച്ച് കളയാനും എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും. വെറും 950 രൂപ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ. ബ്ലോവർ ഉണ്ടാവും, നല്ല പ്രഷർ വൈസ് നിങ്ങൾക്ക് നല്ല പ്രഷർ ഉണ്ടാവും. വാക്കുമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. വാക്കമായിട്ട് ഈ സാധനം ഇങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ വാക്കമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അത്യാവശ്യം ചെറിയ വലിവൊക്കെ നന്നായിട്ട് കിട്ടും കേട്ടോ. വാക്കമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളെ സെറ്റ് കാര്യങ്ങൾ എല്ലാം നമുക്ക് ചെയ്യാം. ബ്ലോവറായിട്ടും യൂസ് ചെയ്യാം, വാക്കമായിട്ടും. സർക്കിങ് കിട്ടും, നിങ്ങൾക്ക് അടിച്ച് കളയാനും പറ്റും. ഇപ്പോൾ പവർ ടൂൾസ്, ഹാൻഡ് ടൂൾസ് A to Z നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതിന്റെ സർവീസ് കാര്യങ്ങൾ നമ്മുടെ തന്നെ ഉണ്ട്. അഥവാ നമ്മുടെ ഷോപ്പിലോട്ട് വന്ന് പർച്ചേസ് ചെയ്യണം വന്നാൽ ഷോപ്പിലോട്ട് വന്ന് പർച്ചേസ് ചെയ്യാം. കൊറിയർ സർവീസ് വേണം വന്നാൽ കൊറിയർ സർവീസ് നമുക്ക് അവൈലബിൾ ആണ്. ഇന്ത്യയിലേക്ക് എവിടെ വേണമെങ്കിലേക്ക് നമുക്ക് കൊറിയർ സർവീസ് ചെയ്യുന്നതായിരിക്കും. കേരളത്തിലേക്കാവുമ്പോൾ നമുക്ക് വണ്ടിനകം നിങ്ങൾക്ക് സാധനം എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ തേടിയിട്ട് നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഇത്രയും ദൂരം വന്നുകൊണ്ട് നിങ്ങളുടെ പ്രേക്ഷകറിന് നമ്മൾ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണ്ടേ? അപ്പോൾ നമ്മുടെ വക ഒരു വാക്യൂം ക്ലീനർ, 25 ലിറ്ററിൻ്റെ ഒരു വാക്യൂം ക്ലീനർ നിങ്ങളുടെ പ്രേക്ഷകർക്ക് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമ്മാനം കിട്ടാനായിട്ട് നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒരു ലൈക്ക് ചെയ്യുക. അതൊന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഈ സാധനം നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുന്നതായിരിക്കും. അതായത് വീട്ടിലെത്തിച്ചു കൊടുക്കുന്നതായിരിക്കും.